ഹായ് ഓൾ, JEE 2027ലേക്കുള്ള പ്രിപ്പറേഷൻ ഒക്കെ എല്ലാവരും അത് ഗംഭീരമായിട്ട് നടത്തുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു ജേർണിയുടെ ഇടയിൽ നമ്മൾ പലപ്പോഴൊക്കെ സ്റ്റക്ക് ആയിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ലൈക്ക് യു ഫീൽ വെരി ഡ്രെയിൻഡ് ഔട്ട്. എനിക്ക് മോട്ടിവേഷൻ വേണം, എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മോട്ടിവേഷണൽ വീഡിയോസ് കാണണം, എന്നാൽ മാത്രമേ ആ ഒരു ഹൈയിൽ വീണ്ടും പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ബട്ട് ഇൻ റിയാലിറ്റി മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ട്രാപ്പിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങി പോകരുത്. മോട്ടിവേഷൻ, യെസ്, ഇറ്റ് ഈസ് ഗുഡ്. വൺസ് യു ഗെറ്റ് മോട്ടിവേറ്റഡ്, യു ഗെറ്റ് ദി എനർജി ആൻഡ് യു ക്യാൻ സ്റ്റഡി ആൻഡ് ഫോക്കസ് മോർ. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം വർക്ക് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മോട്ടിവേഷന് വേണ്ടി കാത്തിരുന്ന് പഠിക്കാൻ വേണ്ടി തുടങ്ങണം, അല്ലെങ്കിൽ അതിനുശേഷം മാത്രമേ പഠിക്കുള്ളൂ എന്നൊരിക്കലും വിചാരിക്കരുത്. ചിലപ്പോൾ നമുക്ക് തുടങ്ങണം എന്നിങ്ങനെ തോന്നണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബട്ട് യു ഹാവ് ടു സ്റ്റാർട്ട് ഇറ്റ് ബിക്കോസ് ദർ ഇസ് നോ അതർ ഓപ്ഷൻ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമുണ്ട്. ദർ ആർ പീപ്പിൾ അറൌണ്ട് യു ഹു ഇൻസ്പയർസ് യു. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരുപാട് ഡ്രീമുകളുണ്ട്, നിങ്ങൾക്ക് എത്തിപ്പെടേണ്ട ഒരുപാട് ക്യാമ്പസ് ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കരിയറും നമുക്ക് ബിൽഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. സോ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആൻഡ് ഫോർ ദിസ് ഈസ് ഹൈ ടൈം ദാറ്റ് യു സ്റ്റാർട്ട് പ്രിപ്പറേഷൻ. നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യത്തെ അല്ലെങ്കിൽ ഒരു ദിവസം തുടങ്ങി കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് പഠിക്കാൻ ഒരു മൂഡില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നത് വെറുതെയാണ്. യു ജസ്റ്റ് സ്റ്റാർട്ട് സ്റ്റഡിയിങ്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ പഠനം എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യുന്നത് കുറെ കൂടി എളുപ്പമാവും. ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ കണ്ടു തീർക്കാനുണ്ട് എന്നിങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ലൂപ്പിനകത്ത് അകപ്പെട്ടു പോവുകയുള്ളൂ. So it is the time that you escape from the loop and you start focusing more on your studies. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ എൻവയോൺമെന്റ് വളരെ ക്ലീൻ ആക്കി വെക്കുക. നിങ്ങളുടെ സ്റ്റഡി എൻവയോൺമെന്റ്, സ്റ്റഡി ടേബിൾ ഈസ് വെരി ഇമ്പോർട്ടന്റ്. പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം സ്റ്റഡി ടേബിളിലേക്ക് നിങ്ങൾ ഒതുക്കുക. മറ്റ് കാര്യങ്ങളിൽ നിന്നുള്ള മറ്റ് ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് നിങ്ങൾ മാറുക. ആൻഡ് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി, ലെറ്റ് us say ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി നമ്മളൊരു വീഡിയോ നോക്കി, ആൻഡ് അതിനുശേഷം അടുത്ത വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസിൽ മാത്രം നോക്കിയിരുന്ന് മോട്ടിവേറ്റഡ് ആകും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എല്ലാ സമയവും നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. സോ മിസ് ചെയ്ത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വി ഹാവ് ടു ഫോക്കസ് ഓൺ സ്റ്റഡി. നമ്മുടെ പ്ലാനിനനുസരിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ JEE 2027 പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പെട്ടെന്നൊരു പ്ലാൻ അറിയില്ല, അല്ലെങ്കിൽ ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം എന്ന് അറിയില്ല, ഓർ മന്ത്ലി നിങ്ങൾ ഏതൊക്കെ ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യണം അറിയില്ല. ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ യു ഡോണ്ട് നീഡ് ടു വറി. നമ്മുടെ 2.0 ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോഴും റൺ ആവുന്നുണ്ട്. മാത്രമല്ല ഓണം ഓഫർ നിങ്ങൾക്ക് ഇപ്പൊ അവൈൽ ചെയ്യാനും പറ്റും. ഓണം 10 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഓഫർ നമ്മുടെ കോഴ്സിലേക്ക് അവൈലബിൾ ആണ്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സച്ച് എ സ്ട്രക്ചേർഡ് പ്ലാൻ, നിങ്ങൾ ഇപ്പോഴും സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു പക്ഷെ പ്ലാൻ അത്ര വർക്ക് ആവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വി ഓൾവേസ് വെൽക്കം യു ടു അവർ ദിസ് ബാച്ച്. നമുക്കിവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് എല്ലാ ദിവസവും റെഗുലറായി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് 2027 എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡ്രീമിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ഒരു സിസ്റ്റമാറ്റിക് പ്ലാനോട് കൂടി ഒരുമിച്ചിരുന്ന് പഠിക്കാം. കൂടുതൽ എക്സാംസ് എഴുതാം. മോക്ക് എക്സാംസ്, മൊഡ്യൂൾ എക്സാംസ്, ഗ്രാൻഡ് എക്സാംസ് ഒക്കെ നമുക്ക് എഴുതിക്കൊണ്ട് അടിപൊളിയായി മുന്നോട്ട് പോകണം. Let's do this together. Wish you all the very best.